പറയാനുള്ളത് ഈ സംഘടനയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാൻ വേണ്ടി നേതാക്കളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എനിക്കൊന്ന് ബഷീർ വള്ളിക്കുന്നും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദീപ് വാര്യർ ഒരു ദിവസം ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു. മറ്റൊരാൾ സരിൻ ഇറങ്ങി വന്ന് പറയുകയാണ്, ഏകാധിപത്യത്തിനെതിരെ പൊരുതാൻ വേണ്ടി ഞാൻ ഇതാ ഇടതുപക്ഷക്കാരനാവുന്നു. മറ്റൊരു ദിവസം ബിപിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇറങ്ങി വന്ന് വർഗ്ഗസമരം ഉപേക്ഷിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തെ ആശ്ലേഷിക്കുന്നു. ഇതൊക്കെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ശ്രീ ബഷീർ വള്ളിക്കുന്ന് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇവയ്ക്കൊക്കെ കിട്ടുന്ന അമിതമായ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാമ്പിനെ ചോർത്തി കളയുന്നുണ്ടോ ശ്രീ ബഷീർ വള്ളിക്കുന്ന്? തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാമ്പിനെ ചോർത്തി കളയുന്ന കൂടുമാറ്റങ്ങളാണ് കേരളത്തിൽ ഇപ്പോ കുറച്ചു കാലമായി വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മുടെ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ കൂടുതൽ ആളുകൾ പല പാർട്ടികളിൽ നിന്നും നേരെ എതിർദിശയിലുള്ള ആശയപരമായി നേരെ എതിർദിശയിലുള്ള ചേരികളിലേക്കൊക്കെ മാറുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കൂടുമാറ്റങ്ങൾ കേരളത്തിൽ ഇപ്പോ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു, അതുപോലെ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ആളുകൾ അവരുടെ രാഷ്ട്രീയ ആദർശങ്ങളെയൊക്കെ മാറ്റിയിട്ട് കടന്നു പോകുന്ന ഒരു വസ്തുത നമ്മൾ ഇവിടെ കാണുന്നു. രാഷ്ട്രീയം നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, അത് ഓപ്പർച്യൂണിസ്റ്റുകളുടെ ഒരു കളിയാണ്, സാധ്യതകളുടെ ഒരു കലയാണ് രാഷ്ട്രീയം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ആ സാധ്യതകളുടെ കല രാഷ്ട്രീയത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ വ്യക്തിപരമായി നമ്മളൊക്കെ ഓപ്പർച്യൂണിസ്റ്റുകളാണ്. ഇപ്പൊ ഞാനും അരുണും എല്ലാവരും ഒരർത്ഥത്തിൽ ഓപ്പർച്യൂണിസ്റ്റുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ സാധ്യതകളെ കാണുമ്പോൾ നമ്മൾ ആ സാധ്യതകൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകും. പക്ഷെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ആളുകളിലോ മാത്രമാണ് സ്വാധീനം ചെലുത്തുക. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇത്തരം ഓപ്പർച്യൂണിസ്റ്റുകളാകുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. അദ്ദേഹം പതിറ്റാണ്ടുകളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസം ആർജിച്ച് ഒരു പക്ഷത്ത് നിന്ന് ആ പക്ഷത്തിന് വേണ്ടി ശബ്ദിച്ച് ആ ആശയത്തോടൊപ്പം ഒന്ന് വളർന്നു വരുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് മനുഷ്യരുടെ ആശയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അയാൾ രാഷ്ട്രീയ നേതാവാകുന്നത്. പക്ഷെ അയാൾ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേരിൽ സുപ്രഭാതത്തിൽ മറ്റൊരു കക്ഷിയിലേക്ക് പോകുമ്പോൾ അവിടെ തകർന്നടിയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. പതിനായിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ അവർ നെഞ്ചേറ്റിയ ഒരു ആദർശത്തിന്റെ ഭാഗമായ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അയാൾ നമ്മുടെ പക്ഷത്തില്ല മറ്റൊരു പാർട്ടിയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ രാഷ്ട്രീയ ബോധത്തിന് തന്നെ, അടിസ്ഥാന രാഷ്ട്രീയ ബോധത്തിന് തന്നെ വലിയ ഇവരിൽ പലരും BJP-യിലേക്ക് പോകുമ്പോൾ ഒരു ടാഗ് ലൈൻ ഉണ്ടാവും. BJP-യിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ അതിനൊരു കാരണമായിട്ടൊരു ടാഗ് ലൈൻ പ്രയോഗിക്കും. അപ്പോൾ BJP-യിലേക്ക് പോകുകയാണെങ്കിൽ ഒരൊറ്റ ടാഗ് ലൈനാണ്. പത്മജ വേണുഗോപാൽ മുതൽ ഏറ്റവും ഒടുവിൽ പോയ ബിപിൻ വരെയുള്ളത്. അത് മോദിയുടെ ആരാധകനായി മാറി എന്നാണ് ഒരു സുപ്രഭാതത്തിൽ പറയുക. ഇന്നലെ വരെ മോദിയെക്കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യരാണ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ, പാർട്ടി ആരോപണം നേരിട്ടതിൻ്റെ പേരിൽ മോദി ആരാധകനായി മാറുന്ന കാഴ്ചയുള്ളത്. ഇനി BJP പാർട്ടി വിട്ടുവന്നാലോ പറയാൻ പോകുന്നത് വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ രണ്ട് ടാഗ് ലൈനുകളാണ് ഇവരെ ബന്ധിപ്പിച്ച് നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ടാഗ് ലൈനുകളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇവരുടെ താല്പര്യം മറ്റെന്തോ അല്ലേ ബഷീർ വള്ളിക്കുന്ന്? തീർച്ചയായും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം ടാഗ് ലൈനുകൾക്ക് അതിലടങ്ങിയിട്ടുള്ള ആശയ പിൻബലത്തെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുക. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ രണ്ട് ചേരികളെ പ്രധാനമായും ഉള്ളൂ. ഒന്ന് മതേതര പക്ഷം, മറ്റൊന്ന് മതപക്ഷം, മതധ്രുവീകരണ പക്ഷം. ഈ രണ്ട് ചേരികളാണ് ആത്യന്തികമായി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. അതിപ്പോ ഇടതാകട്ടെ, ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ തന്നെ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ആത്യന്തികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു പക്ഷം തന്നെയാണ്. ആശയപരമായി പണ്ട് കാലത്തൊക്കെ അടിസ്ഥാനവർഗ രാഷ്ട്രീയം പറഞ്ഞ ഇടതുപക്ഷത്തിനും അതുപോലെ മതേതര രാഷ്ട്രീയത്തിന്റെ ഒരു പതിറ്റാണ്ടുകളുടെ പിന്മുറ അവകാശപ്പെടുന്ന കോൺഗ്രസിനും തമ്മിൽ അടിസ്ഥാനപരമായ ആശയതലത്തിൽ ചില വ്യതിരിക്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് വന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഇടതുപക്ഷവും ഏതാണ്ട് കോൺഗ്രസ് അടക്കമുള്ള ഇടത് വലത് മുന്നണികൾ ഏതാണ്ട് ഒരേ ട്രാക്കിലൂടെ പോവുകയാണ്. അതൊരു മതനിരപേക്ഷ പക്ഷമാണ്. അപ്പൊ ഈ ഒരു പക്ഷത്തു നിന്ന് മറ്റൊരു പക്ഷത്തേക്ക് കൂടുമാറുമ്പോൾ വലിയ തരത്തിലുള്ള ആ ഒരു ആശയ വ്യതിചലനം ഇന്ന് സംഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മത ധ്രുവീകരണ പക്ഷത്തു നിന്ന്, ഒരു വിദ്വേഷത്തിന്റെ പക്ഷത്തു നിന്ന് ഒരു മതേതര പക്ഷത്തേക്ക് വരുമ്പോൾ അതിലൊരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മാറ്റം ഒരു മതധ്രുവീകരണത്തിന്റെ, ഒരു മതവിദ്വേഷത്തിന്റെ, ഇപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ തന്നെ ഈ വെറുപ്പിന്റെ ചന്തയിൽ നിന്ന് അദ്ദേഹം സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ അതിലൊരു മാനവികതയുടെ മാറ്റമുണ്ട്. ആ മാറ്റത്തെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ മാറ്റം ഒരു പോസിറ്റീവ് മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിലൊരു സാമൂഹികതയുടെ ഒരു മാനവികത. അവിടെ ഒരു സംശയമുള്ളത് ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഈ പാലക്കാട് നടന്ന കൺവെൻഷനിൽ ആദ്യത്തെ ഒരു സീറ്റ് കസേര കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്നേഹത്തിന്റെ കടയിൽ പുള്ളി വരുമായിരുന്നു. അത് സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു പാർട്ടി മാറാനൊക്കെ വ്യക്തിപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. ആ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ലോങ് റണ്ണിൽ അയാളുടെ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ കൂടുതൽ അതിന് സാമൂഹ്യ പ്രസക്തിയുള്ള കാരണങ്ങളിലേക്ക് അത് മാറുകയാണ് സത്യത്തിൽ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പണ്ട് പറഞ്ഞല്ലോ, ഈ വെറുത്ത് അവസാനം കുട്ടിശങ്കരനോട് എനിക്ക് പ്രണയമായി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു പക്ഷത്തുനിന്ന് മറ്റൊരു പക്ഷത്തേക്ക് മാറി അത്തരം ആളുകളുമായി കൂട്ടുകൂടി. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും പാളയത്തിലായിരുന്നു. ആ പാളയത്തിൽ നിന്ന് അദ്ദേഹം വന്നപ്പോ മനസ്സിനാകെ ഒരു ആശ്വാസം, ഒരു വിശാലത, കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിന്റെ ആ സൗഹൃദത്തിന്റെ ഒക്കെ ഒരു മാനവികത, അങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ പക്ഷത്തു നിന്ന് ഒരാൾ മെല്ലെ എന്ത് കാരണങ്ങൾ കൊണ്ടാകട്ടെ, അയാൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകട്ടെ, അയാൾ മാറിയ ഒരു പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത്തരം ആളുകളുടെ കൂട്ടുകെട്ട്, ആ സഹവാസം, ആ ചിന്താരീതി, അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം സത്യത്തിൽ സന്ദീപ് വാര്യരിൽ ഇപ്പൊ ഉണ്ട്. അതൊരു നല്ല ആർഗ്യുമെന്റ് ആണ് ശ്രീ ബഷീർ. ഞാൻ Debate with Dr. Arun Kumar.